ആ സ്റ്റോപ്പ് അങ്ങ് ഇടിയണ്ണ. ഇതുവഴി അങ്ങനെ മറ്റേ അസംബ്ലിയിൽ നടന്നു പറഞ്ഞായിരുന്നല്ലേ? ഇതെല്ലാം നമ്മള് കൊറേ കണ്ടുള്ളതാ. എഞ്ചുമാനാണോ കറുത്ത പയ്യൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഏത് പയ്യൻ? ഒന്നുകൂടെ ക്യാരിയടി. ഇതാരാ വെടി പൊട്ടിച്ചേ? രണ്ട് വെടിയൊക്കെ പൊട്ടിക്കണ്ടായ കണ്ണാപ്പി. അണ്ണ അങ്ങോട്ട് വെടിയോ കണ്ണ കോട്ടയിലോട്ട്. അവന്റെ സാവാനം ഞാൻ കണ്ണെടുത്തില്ല. എന്തായാലും ക്യാരക്ടർ എന്റെ ഇനിയിപ്പോ പെർമനന്റ് മേടിച്ചു കൊടുക്കാം. ഈ വണ്ടി ഇവിടെ കത്തിച്ചിട്ടിട്ട് ടി വി പിക്ചേഴ്സ് എന്ന് പറഞ്ഞാലോ. അതെ വണ്ടിയൊക്കെ പൊട്ടിത്തെറിപ്പിക്കട്ടെ. തിരിച്ച് നമുക്ക് ആളെ വിളിച്ച് റേഡിയോ ഒരാളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. ഇതിനകത്ത് എന്താണ് വഴിയുള്ള ഇതിന്റെ അകത്ത് കയറാൻ? സിമ്പിൾ ആണ്. ഞാനകത്താ. അയ്യോ അതാ കോട്ടയ്ക്കകത്താണ്. പാനിമൂടി കൺഫേം വേണ്ടി കിട്ടും. ഓ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി മുതലാളി അവനെ മറ്റേ ഇതിട്ട് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ മുതലാളിക്കും കിട്ടും മറ്റേ. ഞാൻ എടുക്കൂല, മുതലാളിക്ക് വേണമെങ്കിൽ എടുത്ത് വെളിയിറക്കാം. മള്ളി കുട്ടേട്ട നല്ല വിളിച്ചത് മുരളി. അവൻ മുരളിയെ പറഞ്ഞതാണ് അതിന്റെ ഇടയിൽ കൂടെ, അത് കേട്ടില്ലല്ലേ? മുരളി അവൻ കോട്ടയ്ക്ക് കൊട്ടാന്നാണ് പറഞ്ഞത് അവിടെ നിന്നുണ്ട്, ഞാൻ കേട്ട്. ഇപ്പുറത്ത് സംസാരിക്കാമേ, മറ്റേ സിനിമയിലെ പോലെ മതിലിനിപ്പുറം, അത് മതി. ആ കണ്ണമണി ഇറങ്ങിയോ? കണ്ണാപ്പി 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 കണ്ണമണി, നീയാണോ അവന്റെ മനസ്സ് വിഷമിപ്പിച്ച? ഒന്ന് വിളിക്ക്. അവനെ ടൈഗ കൊണ്ടുപോയി. ഫോൺ നോക്കട്ടെ. ടൈഗ അകത്തുണ്ട്. കണ്ണ ഞാൻ വിളിച്ചു നോക്കട്ടെ. നോക്കാം. അവൻ ചാടാൻ വെള്ളത്തിൽ ചാടും മള്ളി, അവൻ ബാക്കി കൂടെ കൺഫേം ആണ്. എടാ എവിടെ ഉണ്ട്? ഞാൻ ഇതിന്റെ അകത്തൊരു സെല്ലില്. മെയിൻ ഗേറ്റില് ഇല്ല, സെല്ലല്ല, അതെ മെയിൻ ഗേറ്റിൽ. അണ്ണാ അണ്ണാ ബ്രോ പറഞ്ഞോ. അണ്ണാ കോട്ടക്കകത്താ ഞാൻ. മള്ളി പോയാ? മള്ളി കത്തിപ്പോടാ. ഹലോ, മുരളി കത്തിപ്പോടാ. വാസണ്ണ അടിച്ചു പോയല്ലേ? കണ്ണമോനെ, കണ്ണാപ്പി, ഹലോ കണ്ണമോനെ, എന്റെ തലയിലും കാണാവോ? കുട്ടാട്ടാ കണ്ണാപ്പി നിന്നെ വെളിയെടുക്കാൻ എന്ത് ചെയ്യണം? ചാരി അടിച്ചാ മതി. മുരളി ഇപ്പൊ ചെയ്യും, വെയിറ്റ്. ബാബുശേട്ടി എന്തിനീ മോലാളിക്ക് വെയിറ്റ് ചെയ്യുന്നേ? ഇല്ല, നിന്നെ മുരളിയാണ് കയറ്റി വിട്ടത്. കയറ്റി വിട്ടാൽ ഇറക്കണമെന്നാണ്. നീ നോക്ക, നീ ഒന്ന് നോക്കി നോക്കേ, ഇറങ്ങി വരാൻ പറ്റുന്ന ഒന്നുകൂടെ തള്ളി നോക്ക്. ബാബുശേട്ടി എന്തേലും ചെയ്യ്.
നീ ഒന്നും ചെയ്യില്ല. ഞാൻ ഒരു ഐഡിയ പറയാം. ഓക്കെ, ഇപ്പൊ ഒന്നും ചെയ്യില്ല. അനങ്ങല്ലേ? ഞാൻ ഇല്ല ഈ ഐഡിയ പറയണത്. ഓക്കെ, നീ അങ്ങോട്ട് വരണേ. വന്നു ഞാനല്ലേ ഈ ഐഡിയ പറയണേ, നീയാണ് സ്വന്തമായിട്ട് ചിന്തിക്കണേ. അടുത്ത് വന്നിട്ട് എഫ് അടിച്ച് വണ്ടി കയറാൻ പറ്റും നോക്ക്. സോറി, ഒരു അർജന്റ് കോൾ ആയിരുന്നു. സൂൺ ഒരു ഹാപ്പി ന്യൂസ് കിട്ടാനുള്ള ഒരു ഹലോ എടാ ഞാനൊരു അർജന്റ് കോൾ വന്നതാ. പറ എന്തായി? ഇല്ല കുഴപ്പമൊന്നുമില്ല. ആള് സേഫ് ആണ്. അകത്തുണ്ടോ? എടാ ഞങ്ങൾ വണ്ടി കയറാൻ പറ്റുന്നുണ്ടോ? അകത്തോട്ട് വരണോ? അണ്ണ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പുറത്ത് വരും. എന്നെ നേരെ നിർത്ത്. അണ്ണാ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. കൺഗ്രാജുലേഷൻ വാസു ജൂനിയർ. അയ്യോ അതല്ല അയ്യോ മമ്മി പ്രോമിസ് അതല്ല. നമുക്ക് ഇങ്ങനെ ഉണ്ട് പലറ്റോ നിർത്തിയാലോ? നീ വണ്ടി കയറി, ഇങ്ങനെ വണ്ടി കയറി, ഞാൻ എടുത്തോളാം വണ്ടി. നമുക്ക് ഇങ്ങനെ ആളെ കൊണ്ട് പലറ്റോ കണ്ണപ്പി. നിങ്ങളെന്താ പറയണേ? അല്ലല്ല എടാ എന്നെ ഒന്ന് താഴെ നിർത്തടാ. താഴെ നിർത്തി. എടാ ഇവിടെ എങ്ങനെയായിരുന്നു? ഞാനിവിടെ ടൈഗായിട്ട് നിക്കാം. നീ ഒന്ന് വന്നേ അവിടെ. എനിക്കതൊന്ന് എന്നെ കൊണ്ടുപോകുന്ന ഇത്ര വാശിയിലാണ്. ഞാൻ കണ്ണെടുത്ത് കൂടെ അവന്റെ ടൈഗ. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇവിടെ വന്നിരുന്ന് 2 ഡയലോഗ് അടിക്കണമെന്ന്. അവൻ എന്നെ പിടിച്ചു നിർത്തി, ലൈനിലൊക്കെ നിർത്തി എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം അവന്റെ ടൈഗ. ഹലോ, നമ്മളെ ടിവി ഗ്യാങ്ങിനെ ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വാട്ട്സ് യുവർ നെയിം ബ്രോ? കണ്ണാപ്പി. കുനിഞ്ഞിരി ഇവിടോട്ട് വന്ന്. നീ പറഞ്ഞ എന്റെ ടോണിയാശം കേൾക്കാനല്ലേ അല്ലടാ ടൈഗേ. എന്റെ ലീഡർ കണ്ണാപ്പി പറയുന്നോടാ. സോറി കണ്ണാപ്പി. ഞാൻ ടൈഗയായിട്ട് അഭിനയിച്ചോളാം. നിങ്ങൾ ടൈഗയ്ക്ക് എതിരെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കണ്ട. മനസ്സിലായോ? നിനക്കൊക്കെ എന്റെ അടുത്ത് തല്ലാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കോഴിക്കോട് ഞാൻ പറഞ്ഞത് കേട്ടോ കണ്ണാപ്പി. നിന്റെ വെറുതെ ക്യാരക്ടർ എന്റെ വിട്ടത്. അവന്റെ വർത്താനം. ഞാനിവിടെ കുറച്ചേരം എനിക്ക് ഇത് ആളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. ഓർമ്മയുണ്ട് ഇവിടെ വന്ന് നമ്മള് മറ്റേ മുഖത്തോട് മുഖം നോക്കി നിന്നത്. അവന്റെ ഫ്രണ്ട് വരുമ്പോ ഫോൾ ഡാൻസ് അടിച്ചില്ല, അവന് പറ്റൂല. അന്ന് വിചാരിച്ച എന്റെ കയ്യിൽ ഇപ്പൊ ഒരു തോക്കുണ്ടായിരുന്നേ ബാബു. ഞാൻ ആ ഭിത്തിയിൽ ഇങ്ങനെ വെടിവെച്ചോണ്ടേ ഇരുന്നേനെ. എന്റെ തോക്കില്ല, തോക്കെടുക്കാം. അത്ര ഉള്ള കണ്ണാപ്പി, അത്ര ഉള്ളൂ. അത്ര ഉള്ള എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ കണ്ണാപ്പി. നിനക്കറിയോ ഇംഗ്ലീഷ്? കണ്ണാപ്പി ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് മലയാളം പഠിച്ചില്ല, നമുക്ക് വിദ്യാഭ്യാസമില്ല. ഇല്ല, അച്ഛൻ 1ാം ക്ലാസ്, ഞാൻ LKG വരെ പോയിട്ടുള്ളു. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. എന്നെ കണ്ടത് വിദ്യാഭ്യാസം അത്ര ഉള്ളൂ. നിന്റെ ധൈര്യം നമ്മളെ വിളിച്ചോണ്ടോ കണ്ണാപ്പിയാ? ഇത് മള്ളി നമ്മളെ വിളിച്ചോണ്ടോ കണ്ണാപ്പി? അകത്ത് കിടക്കണ ഇപ്പം വേറെവനാണ്. അവനായിരുന്നെങ്കിൽ ഇത്രയൊന്നുമില്ല. ബാബുചേട്ടൻ വന്നത് മറ്റേ നുണച്ചി പെമ്പിളാരെ പോലെ ആയിരുന്നു അയൽക്കോട്ടൊക്കെ. കുഴപ്പമില്ല, പക്ഷെ നമ്മളോടൊന്നും ഉശിരിയുള്ള കണ്ണാപ്പിയും കാണാനില്ല. വാ വാ വാ. ഓരോ ആച്ചികള്. സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് എന്നെ കഴിഞ്ഞിട്ട്
എനിക്കൊരു റെസ്പെക്ട് തോന്നിയ ഒരു ആളെന്ന് പറഞ്ഞാൽ അത് ടൈഗയാണോടാ. അത് ടൈഗയാണ് അതുള്ള ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങേരുടെ മുമ്പിൽ പോയപ്പോ ഞാൻ മറ്റേ പേടിച്ചിട്ടൊക്കെയാ പോയ. പേടിച്ചിട്ട് ഇജാദ്യം ഒരു മുതലിനെ ഞാനാണ് അടിക്കാനുള്ളത്. പക്ഷെ ഇപ്പൊ സേതു കൊണ്ടാണ് ലിസ്റ്റില്. ആ റെസ്പെക്ട് അല്ലേ ഉദ്ദേശിക്കണേ. സേതു സീൻ തന്നെ അല്ലേ. എടാ ഞാൻ ഉദ്ദേശിക്കണല്ല, ആ റെസ്പെക്ട് അല്ല സേതുവിനോട് എനിക്ക്. ആ റെസ്പെക്ട് അല്ല ഞാൻ പറഞ്ഞത്. അതല്ല, നമ്മളിപ്പോ ഒരു ഗാങ്സ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പോവാന്ന് എനിക്കൊരു ഫീല് കിട്ടിയത്, മനസ്സിലായ? ആ ഫീല് കിട്ടിയത് എനിക്ക് ടൈഗർ എടുത്തു നിന്ന. അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റിയിൽ ടൈഗയെ കൂടുതൽ വേണമെന്ന് ആലോചിക്കുന്നത്. നമ്മൾ അതുപോലെ ചന്ദ്രൻ മുടി കേട്ടോ. ചന്ദ്രനൊന്നുമല്ല. ഹലോ ഹലോ പേരെന്താ? എന്റെ പേര് അബ്രു വിനോദ്. സെക്യൂരിറ്റി ആണോ? അല്ലല്ല. ഓക്കെ. അല്ല ഞാൻ ഓർത്ത് ഇതിന്റെ സെക്യൂരിറ്റി ആയിരിക്കും എന്നിട്ട്. അല്ല, നമ്മള് കുറച്ച് കൃഷിപ്പണിക്ക് വന്നത്. ഓക്കെ. എന്ത് പണി? കൃഷിപ്പണി. ഞാനോട് പറഞ്ഞില്ല ബ്രോ, ഇത് നമ്മുടെ സ്ഥലം തന്നെ. ധൈര്യമായിട്ട് പണിയെടുത്തോ. ഇത് നമ്മുടെ സ്ഥലം. ഞാൻ അടുത്ത് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് എപ്പോഴാണെങ്കിലും ഇവിടെ കയറാം. ഒരു പ്രശ്നമില്ല. അവരെ അടിച്ചോ ബ്രോ? ഇത് ഇന്നോട്ട് ഇത്ര നാൾ ഇത് RDC എന്ന് പറഞ്ഞ കൊറേ ചുക്കാമണിയന്മാരുടെയിലായിരുന്നു. ഇന്നോട്ട് ഇത് TV-യുടെ കയ്യില. നീ എന്ത് ദിവസം കാണിച്ചോ? ഇവിടുത്തെ ബോധപ്പല്ല് വിറ്റ് ചെത്തി വിറ്റാ കിട്ടും 2 കോടി രൂപ. നീ അടിയടാ. അത് എന്നെ കൊണ്ടിട്ട് ആ ഹെഡ്ജുവാൻ പരിപാടിയെന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ TV-യുടെ ബാത്റൂം കഴിയാനായിട്ടൊന്ന് വന്നേക്കണേന്ന്. ഇടക്കട ഞാനിവിടെ വരും. പരുന്തിന്റെ പിള്ളേരാന്ന് പറഞ്ഞാൽ അപ്പൊ പിടിക്കും ഇറക്കാണ്ട് അങ്ങനെ അണ്ണ ഇപ്പൊ RDC ഇല്ലല്ലോ, അതുകൊണ്ട് പറയാം. പുതിയ മൂവി കണ്ടോ ചോദിച്ചാ ബ്രോ? RDX നീരജ്വാദന്റെ ഞാൻ ഭയങ്കര നാച്ചുറൽ അല്ലേ. എഴുതി വെച്ചോ നീ. ഇവ RDC ആണെന്നാ തോന്നുന്നല്ലേ? സത്യം ഇതൊക്കെ തെറ്റല്ലേ ചോദിച്ചേ? എന്റെ പൊന്നാണ് ഞാൻ ഒരു കാര്യം പറയാവേ. ഓ അപ്പൊ ബ്രോ ശരി കാണാം. ഹാംബഞ്ചർമാരെന്നാണേ പറഞ്ഞേ? അല്ല മള്ളി, ശരിക്കും പറഞ്ഞ ഇന്നലെ ടെക്സത്ത് ക്യാരക്ടർ എന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രോപ്പർ റീസൺ ഇല്ലായിരുന്നു. ഇന്നിനി എഴുതി കൊടുത്താൽ ജസ്റ്റ് കല്ലുപണിക്ക് കൃഷിപ്പണിക്ക് വരാൻ ഇവിടെ ഒറ്റയ്ക്ക് വട്ടവന്. അവന് ഉറപ്പായിട്ടും RDC ആണ്. സത്യമാണ് അവന്. ഞാൻ വേറൊരു കേസ് കൂടെ പറയാം. ഇന്ന് കണ്ണാപ്പിക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു വിടാം. പിന്നെ ഇല്ല, ഇത് മള്ളി നോക്കോ. മള്ളി ഇവൻ ചെയ്യാത്ത പകുതി ചെയ്ത കുറ്റത്തിന് വരെ 14 ദിവസം വെളിയിലെങ്കിൽ ഇപ്പൊ കറക്റ്റ് ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. കണ്ണാപ്പി കഴിഞ്ഞ ദിവസം നിനക്ക് ബാൻ കിട്ടിയ സിറ്റുവേഷൻ നീ ഒന്ന് പറഞ്ഞേ. എന്നെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് നിനക്ക് കൊറേ തന്തയില്ലടാന്ന് പറഞ്ഞു. അതിനെ ഇവിടുത്തെ 10 റെസ്പോണ്ടന്റ് ക്ലിപ്പ് കണ്ടപ്പോ പറഞ്ഞത് നിനക്ക് കൊറേ തന്നതല്ലേന്നാണ്. ഞാനിത് സുനിമോൻ എടുത്ത് പറഞ്ഞു. സുനിമോൻ അവന്റെ വോക്കല് മാത്രം എടുത്തിട്ട് ആ വോക്കല് കട്ട് ചെയ്ത് 3 ആക്കി. മെയിൻ വോയിസ് വിട്ടിട്ട് ആ വോക്കല് മാത്രം എടുത്താൽ കട്ട് ചെയ്തിട്ട് 2 എണ്ണം നോർമൽ ഇട്ട് 1 എണ്ണം ഭയങ്കര സ്ലോമോ ഇട്ട് അതിൽ 3 എണ്ണത്തിൽ നിനക്ക് കൊറേ തന്തയല്ലേടാന്ന് ആയി. അവസാനം അവന് ബാൻ കൊടുത്തു 14 ദിവസം. 7 ദിവസം ആയപ്പോഴത്തേക്ക് 7 ദിവസമായപ്പോ അവന് ബാൻ റിവോക്ക് ചെയ്ത്. റീസൺ എന്തെന്നറിയാമോ? ഞാൻ തന്തയ്ക്ക് വിളിച്ചെന്ന്. ഞാൻ എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോ ഞാൻ ചെന്ന് ചോദിച്ചെന്നാ ബ്രോ എന്തിനാ എന്റെ തന്തയ്ക്ക് വിളിച്ചെന്ന്. അപ്പൊ ഞാൻ അവിടെ തന്ത എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തില്ലേ, അതിന് 14 ദിവസം വന്നു. അതുകൊണ്ട് അവന്റെ ബാൻ റിവോക്ക് ആക്കി കൊടുത്തായിരുന്നു. അപ്പൊ ഇതിന് നിനക്ക് കിട്ടാതിരിക്കോ? അപ്പൊ മിനിമം കണ്ണാപ്പി ഇന്ന് ചെയ്ത് കൂട്ടിയതിന് മിനിമം ഒരു 0 ടോളറൻസ്.
എടാ നിനക്ക് ഇവിടെ കിട്ടാൻ പോണത് നിനക്ക് ഇവിടെ കിട്ടാൻ പോണതാണ് ഇത് വെളിയിലോട്ടുള്ള ആ, വഴി ഏതാടാ ഇത്? അല്ല നീ ഓൾറെഡി S3 അല്ലായിരുന്നോ അല്ലല്ല അതൊക്കെ മാറി ഈ വെളിയിലോട്ടുള്ള അല്ല വഴി അത് ഏത്? ആ ലോജിക്ക് ഒന്ന് ആലോചിച്ചോണ്ടാ അത് എന്നോട് ഇരുന്നങ്ങ് തർക്കിക്കണ ഒരു മണിക്കൂറായിട്ടിരുന്ന് ആരാ? ഇത് തന്നെ പറയവാ അവിടുത്തെ മെയിൻ പുള്ളിക്കാരൻ എന്ത് ചെയ്യാനാ? മള്ളി ഇങ്ങോട്ട് പോയതാ ഞാൻ മാർക്കറ്റിങ്ങിന്റെ ഏതാ വഴി? എടാ ഇത് എന്റെ എടാ മാർക്ക് എനിക്ക് ഇതാണ് ബാബു എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഓരോ ദിവസവും മാപ്പ് ഇങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഈ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ഇത് കാണിക്കണം. എനിക്ക് ഇതിനൊക്കെയാണ് എനിക്ക് അഡ്മിൻസിന്റെ അടുത്ത് എനിക്ക് ഇവിടത്തത് മാറ്റെങ്കിൽ RTC ആയിരിക്കും മള്ളി അവരെ പറയണ്ടേ ഇല്ല, എനിക്ക് ഇതാണ് ഇവിടുത്തെ അഡ്മിൻസിന് ഇഷ്ടമല്ലാത്ത. ഓരോ ദിവസം മാപ്പ് മാറ്റി ഇന്ന് ഇടത്തോട്ടാണ് നാളെ വലത്തോട്ട്. ഇന്ന് വലത്തോട്ടായിരുന്നു മള്ളി നേരെ പോയി ഇതാ പ്രശ്നം. അല്ല ഇത് റിവേഴ്സ് അല്ല, ഇനി കായ left പറിക്കുക, ആണോ? അവിടുന്ന് left. നീ മണ്ടനാണോ നീ? ഓരോ ദിവസം ഓരോന്ന് കൈ വരയ്ക്കുന്നുണ്ട് മള്ളി അവിടെ ഇവിടെയൊക്കെ ഇടിക്കുന്നു എനിക്ക് തോന്നണേണോ എന്റെ ഇടിക്കുന്നില്ല, എന്റെ അകത്ത് ഇടിക്കുന്നില്ല, നിന്റെ മറ്റേ ഇതിന്റെ കുഴപ്പമാ. ഓ ഇടയ്ക്കൊക്കെ ഇടിച്ചായിരുന്നു കേട്ടാ. ഇതിനേക്കാളും ഭേദമാണ് ഇവിടെ ഇതൊരു pleasant day അല്ലേ, അണ്ണാ? സത്യമല്ലേ? ചില ദിവസം ചില ഡിസിഷൻസ് ഒക്കെ അല്ല, സദാ. പോകും. എന്തോടാ? അല്ല ഇതൊരു പ്ലസന്റ് ഡേ അല്ലേ? അതെ അതെ, പ്ലസ് ഉണ്ട്. നല്ല സന്തോഷമായിട്ടുള്ള ദിവസം. കുറെ നാൾക്ക് ശേഷം കുറച്ചു നേരം സംസാരിച്ച് തുറന്ന് സംസാരിച്ചിട്ട് വരാം മള്ളി സംസാരിച്ച് നമ്മുടെ ഇടയ്ക്കുള്ള പല മോശ കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റി അല്ലേ ബാബു? അതെ അതെ അത് 3 വർഷത്തിൽ എങ്ങനെ ഒഴിവാക്കണം എന്ന് പല കാര്യങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടി. ചില പ്രസന്റ് നമ്മുടെ ദിവസം നാട്ടിലൊരു ഉണ്ടാവണം. നിനക്ക് ഇതുപോലെ ഒരു പ്രസന്റ് ആണോ കണ്ണാപ്പി? നിനക്ക് അതുപോലത്തെ എനിക്കിത് പ്ലസന്റ് ഡേ ഒക്കെ ആയിരുന്നല്ലോ, ഓർമ്മയില്ലേ? ആണല്ലേ? അപ്പൊ പ്ലസന്റ് ആവാനുള്ള കാരണം 60 രൂപ ഒന്നും ആലോചിക്കണ്ട, വന്ന് മൊത്തം ഒരു ഐശ്വര്യം. രാവിലെ തൊട്ടേ ഇരിക്കുന്ന ഐശ്വര്യ. സത്യം. എനിക്ക് ഇന്ന് രാവിലെ തൊട്ടേ ഐശ്വര്യ. മള്ളി ഇതിന്റെ പേരിലൊക്കെ ടെക്സാസ് നമുക്ക് അടിക്കണോ? ഏതിന്റെ പേരില്? എന്തിന്റെ പേരില്? സന്തോഷം ഉണ്ടാക്കി തന്നതിന്റെ പേരില്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അവന്മാർ ചെയ്തത്. അതിന് നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ പോണത് അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നണേ. എന്റെ പ്രതിന് മള്ളി 1-2 കോടി കൊണ്ട് ആ വീരപ്പന് കൊടുക്കേ. സത്യമല്ലേ? വീരപ്പനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല കേട്ടാ. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ 1-2 ക്യാരക്ടർ എന്റെ കൂടെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-6 കോടി കൊടുത്തിട്ടേ 2 ദിവസങ്ങളിലായിട്ട് ചന്ദ്രനെ മെന്നി ഇവരെയൊക്കെ കൊണ്ടോട്ടെ. അല്ല ഇന്നത്തെ കൂടി നമുക്കിവിടെ കളിക്കാൻ പറ്റൂല. അതെന്താ? ഉണ്ട് എല്ലാം ഉണ്ട്. മലയാളി കണ്ണാപ്പി ഒറ്റയ്ക്ക് പോകുന്നാണ് ഇരിക്കുന്നേ. ഞാൻ എന്തിനു ചെയ്ത്? ഒന്നും ചെയ്തില്ല. പക്ഷെ നീ കണ്ണാപ്പി ആ ഗേറ്റിനകത്തോട്ട് നീ എങ്ങനെയാണ് പോയത് ഒന്നും കൂടെ പറയാവോ ഒരു പ്രൂഫിന് വേണ്ടി? ബാബുശേട്ട് ഞാൻ ഗേറ്റിനകത്ത് എനിക്ക് അറിഞ്ഞോടാ, തന്നെ കയറിയതാ. തന്നെ കയറിയതല്ല, അത് ഞാൻ കണ്ടായിരുന്നു. അതാണ് തന്നെ കയറിയതല്ലെന്ന് എനിക്ക് ഉറപ്പാ. അന്നാ ഞാൻ എന്ത് സിറ്റുവേഷൻ പിടിച്ചാലോ കള്ളം പറയുന്നില്ലെന്ന് അറിയാലോ. ഗേറ്റിന് തൊട്ട് കൂടെ ഞാനായിരുന്നത്. തന്നെ കയറിയതല്ലെന്ന് എനിക്ക് അല്ല കൊളീഷൻ ഇല്ലാത്ത ഗേറ്റാണ്. തന്നെ കയറിയതെന്ന് എനിക്ക് ഉറപ്പാണ്. തന്നെ കയറിയതാണെന്ന് എനിക്ക് ഉറപ്പാണ്. നല്ല കൊള്ളും കണ്ണാപ്പി ഇതിനൊക്കെ നല്ല. അതെ തന്നെ കയറിയല്ലേ, ഞാൻ ആരോ എന്തോ അടുത്ത് വൈ ഞെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം കയറിയത്. ഇല്ല, ഞാൻ പറയട്ടെ, എന്റെ POV-ൽ അത് നന്നായി. എന്റെ അടുത്ത് ആരായിരുന്നു ആ ടൈമിൽ നിന്ന്? ബാബുചേട്ടായിരുന്നോ വാസുട്ടായിരുന്നോ? നമ്മുടെ നൂറല്ലേ അകത്ത് കയറുന്നതിന് 1 സെക്കൻഡ് പോയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ മുലയിലോട്ടല്ല ആ സൈഡിലോട്ട് സംസാരിക്കാൻ പോയത് കണ്ണാപ്പി. ഇനി മണ്ടനാ മുള്ളി. നമ്മൾ ആ സൈഡിലോട്ട് പോയി ഒരു കാര്യം സംസാരിച്ചോണ്ട് നോർമലി ഭാഗത്തേരിയപ്പോ പിന്നെ എന്റെ തോക്കില്ലാത്തോണ്ട് ഞാൻ വെടിയെ വെച്ചില്ല. നീ വെടി വെച്ചായിരുന്നോ ബാബു? ഞാൻ തോക്ക് കണ്ടിട്ടില്ല കൊറേ ദിവസമായിട്ട്. കണ്ണാപ്പി വെടി വെച്ചായിരുന്നോ? അണ്ണാ ഇതിന്റെ പേര് വരുന്ന ചുക്കാമണി കേസൊക്കെ ഞാൻ കണ്ണനങ്ങ് എഴുതിത്തള്ളു. നീ വെടി വെച്ചായിരുന്നോ പോലെ? മള്ളി ഈ സ്ഥാനമൊന്നും അല്ല മള്ളി വെളിയിൽ വന്നിട്ട് കരയാൻ പോണത്. ഞാൻ 100% ഒപ്പിട്ട് തരാം ബാബു. എനിക്ക് അണ്ണാ ഞാൻ മൈൻഡെല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബാബു, നീ ബെഞ്ചമിന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നോ? അത് മലയാളിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എൻജിമെന്ന് പറയാൻ പോലും അറിയില്ല. ഇപ്പൊ പറഞ്ഞല്ലോ പേര് പറഞ്ഞായിരുന്നോ? എന്താ ബെഞ്ചിമാൻ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആ എൻജിമെനെ കളിയാക്കിയതുമായി. ഹലോ എഞ്ചുമാനാണോ? ഹലോ ആരാ? പോയി കുനിഞ്ഞിരിപ്പോ. മറ്റേ അമ്പത്തൂര് വിളിച്ചേക്കുന്ന
അത് നീ പറഞ്ഞിട്ടാണോ അവന് കുനിയായി? ഹലോ അമ്പു പറയടാ. ഹലോ പറയണ ഇതെന്താ ഈ ആരാ വീഡിയോയില്? ആരെ വിളിക്കുന്നുണ്ട്? ചുമ്മാ ആ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്താ ഇടിച്ചിട്ട് പോയി മലയാളിയെ. 716. എന്താണ് അമ്പു വിളിച്ചത്? നിനക്ക് തോന്നുന്നുണ്ടോ അമ്മാര് വരുമെന്ന്? പരമള്ളി പുറത്ത് നോക്കാനോ? ആര് മള്ളി? നിനക്ക് തോന്നുന്നുണ്ടോ അമ്മാര് വരുമെന്ന്? ആര്? ആ അല്ല എനിക്കൊരു വിളി വന്നു ഇപ്പൊ. ഇല്ല, അവന്മാരുടെ അടി വെച്ചോണ്ടിരിക്കല്ലേ രണ്ടുപേരും. ആരെ കണ്ണപ്പ എന്താ? അല്ല അമ്പത്തൂര് വരാൻ പറഞ്ഞ. അമ്പത്തൂരിനാണ് വിളിച്ചത് നിന്നെ? അമ്പത്തൂര് പുറത്ത് വരാൻ പറഞ്ഞു. പുറത്തോ? ഇവിടെ അല്ല സിറ്റിക്ക് പുറത്ത്. കണ്ണാപ്പി ഒരു കാര്യം പറയാം, കൊണ്ണാലും ഇറങ്ങല്ലേ, ഇന്നിറങ്ങി എനിക്ക് കയറാൻ പറ്റില്ല ഇതിനകത്തോട്ട്. അതൊക്കെ അത്ര ഉള്ളു. നീ ഒരു കാര്യം ചെയ്യ്, 1000 ഫുഡും വെള്ളം വാങ്ങിച്ചു കഴിച്ചേച്ചില്ലേ? ഓഫ് ചെയ്യണ്ട, ഓഫ് ചെയ്താ പോയി. ബാബു അപ്പൊ നമുക്കപ്പൊ ഇന്ന് കിട്ടി. ആർക്ക്? നമുക്ക് 3 പേർക്കും. അങ്ങനെ തോന്നുന്നുണ്ടോ അണ്ണന്? അണ്ണാ ഇവിടുത്തെ സകല റൂളുകളും അരിച്ചു കറക്കി കുറിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഒരു സമാനം നടക്കുമല്ലോ ഇവിടെ. ഒരു പരിപാടി നടക്കുന്നില്ല. അവര് നിന്നെ കൊണ്ട് തൂറിക്കാ റൂൾസ് എല്ലാം. നോക്കോ നീ. ബാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴാ തിരിച്ചെത്തിയപ്പോഴായിരുന്നു? ഇല്ലില്ല, എനിക്ക് ബാൻ കിട്ടിയില്ലായിരുന്നു. അത് മറ്റേ തള്ളി വിട്ടവൻ. മറ്റവന്റെ റിവോക്ക് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ബാൻ ഇല്ലെന്ന്. നോക്കി വെച്ചിരിക്കാനാട്ടാ. ഒരു മിനിറ്റ് ബാബു ഒന്ന് ഒരു മിനിറ്റ്. സംസാരിക്കാൻ വിളിക്കരുത് കേട്ടാ. ഫാമിലായിരിക്കും. പറഞ്ഞോളൂ, നീ ഇപ്പൊ കേറത്തില്ലല്ലോ അല്ലേ? കേറത്തില്ലല്ലോ, ഞാൻ പോകത്തില്ല. വലിയുള്ള കാര്യം പറയാം, അവൻ കട്ട ഷോ ഇറക്കും മലയാളി വേണ്ടി വില പോകാതിരിക്കാൻ. പക്ഷെ ഞാൻ ഒരു ഗ്യാരണ്ടി ക്ലിപ്പ് അയച്ചുതരാം കേട്ടോ. ഇന്നത്തെ രാത്രി ഒരു ഓഡിയോ കോള് ഞാൻ അയച്ചുതരാം. കരച്ചില് കൈര കാലില് പിടിക്കണോ മുട്ടില് പിടിക്കണോ അതോ എന്നോട് ചോദിക്കാൻ സത്യം. മള്ളി ഇന്ന് രാത്രി നടക്കാൻ പോണത് ഇറങ്ങുന്നു, രായമാമന്റെ കടയിൽ നിന്ന് 1 ലിറ്റർ എണ്ണ വാങ്ങുന്നു, ജർമ്മനി കയ്യിലെടുത്തോണ്ട്. അടുത്ത ഇതിലേക്ക് കിട്ടണം കേട്ടാ. അണ്ണാ സീനായി കേട്ടാ. എനിക്ക് കോള് വന്നു പ്രൈവറ്റ് നമ്പറിൽ നിന്ന്. ഇപ്പൊ എന്ത് കോള്? ആ കോള് വന്നിട്ട് പറഞ്ഞ് നമ്മൾ പറയാൻ പറ്റിയ ഒരു ലൊക്കേഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു. അതാര്? എനിക്കറിഞ്ഞൂടാ, ഇംഗ്ലീഷിലാ പറഞ്ഞേ. ഇംഗ്ലീഷിലാ? ഒറ്റ മിനിറ്റ്, തിരിച്ചു വിളിക്കാനും പറ്റില്ല. വിളിക്കാൻ നോക്കട്ടെ. വെയിറ്റ്. ഞാൻ ഇന്ന് കൈയോട് സംസാരിച്ചേ ഉള്ളു. എന്തേലും നമ്മളുടെ അടുത്തൊന്നും പ്രശ്നമില്ല. എവനെ നേരത്തെ നോക്കി വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ കോള് വന്നു. എന്തോന്നാ? CCTV ഉണ്ടായിരുന്നു അവിടെ. ബാബു എവിടെ പോണ്? ബാബു ഹലോ ഹലോ ബ്രോ, വാഴ വളർന്നാൻ നോക്കാൻ വന്നതാ. വാഴ വളർന്നാൻ നോക്കാൻ വന്നതാ. എന്തുറ്റി? നമ്മുടെ സിറ്റിസൺസ് ആണ്, നമുക്ക് കായോ അറിയില്ല. ക്യാമറയിൽ എന്താ ഉണ്ടത്? അയ്യോ ഞങ്ങളായിരിക്കും. ചിലപ്പോ നമ്മൾ അതേ ഡ്രസ് ഇട്ട് വേറെ വല്ലവരായിരിക്കും. നിങ്ങൾ ID പ്രൂഫ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്? ID പ്രൂഫ് കാണിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ ID പ്രൂഫ് കാണിക്കാം. ഞാനല്ല. ഞാൻ എന്റെ ID പ്രൂഫ് കാണിക്കാം. ഞാനുമല്ല. ഫോളോയോ? എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. അതിന് അവിടെ മതിലെ മുള്ളി വെച്ചേക്കുന്ന ഉൾപ്പെടെ നമ്മുടെ CCTV ദൃശ്യങ്ങൾ കിട്ടുന്നുണ്ട്. ചത്ത് മലന്ന് ഇവിടെ കിടപ്പുണ്ടാവും. സാമാനം വരെ വെട്ടിയെടുത്തിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ല അവര് വരുമെന്ന്.
കഴപ്പ് തീർന്നോ? അത് നടന്നിട്ട് അപ്പം that is our territory, okay? ഓ ഇവനാണ് കേറിയത്. ഇനിയിപ്പോ നിങ്ങള് ഡീൽ ചെയ്തോ എന്താ വെച്ചാ അല്ലല്ലേ ബാബു? ആ ഇല്ലല്ല തീർത്തും ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വിട്ട് കിട്ടിയിട്ടേ ഉള്ളൂ ഈ ബോഡി. ഇനിയിപ്പം നമുക്ക് അത്യാവശ്യമില്ല, നിങ്ങളെ അതല്ല ഒരു പ്രശ്നം. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ കേറുന്ന എല്ലാരെയും വിട്ട് സംസാരിക്കൂലേ? നിങ്ങളുടെ പേരെന്താ? ഹലോ നിങ്ങളുടെ പേരെന്തല്ലോ? നമ്മുടെ ഫ്രണ്ടാണ് ടൈഗ, നമ്മുടെ ഫ്രണ്ട്. അതെ അതെ, ഒന്നും പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ? ടൈഗ ഒന്ന് സംസാരിച്ചോ. എന്നെ മനസ്സിലായില്ലേ? Pardu Basu. What is that? Why you enter Kyle? ടൈഗ, നിങ്ങൾക്ക് ജലദോഷം പിടിച്ചപ്പോ നമ്മുടെ കൂടെ ഉള്ള ചന്തി മുഖന്റെ അതേ സൗണ്ട്. കുഴപ്പമില്ല. ചെറുതായിട്ട് ഇച്ചിരി പനിയുണ്ട്, ഒന്നും പറയല്ലേ. ഓ ഇല്ല, നമ്മള് പൊക്കോട്ടെ, ഇനി നിന്ന് ചിരിച്ചു ചാവും. എന്തിനാണ് എത്ര ചെയ്തെന്ന് പറയൂ? എത്ര പേരുണ്ടായിരുന്നു മുരളി ടൈഗ? ഞാൻ ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പോണില്ല. ഇവന്മാർ എന്തോ കാണിച്ചോട്ടെ. എന്റെ പൊന്നുപാല, പൊന്നുപാല, ഇത് നീ പൊന്നുപാല, ഈ സിറ്റുവേഷന് കോപ്പറേറ്റ് ചെയ്യുന്ന കൊണ്ട് പറ്റൂല. ഇത്രയും പേരില്ലായിരുന്നോടാ, ഇത്രയും പേര് ഈ മണ്ടനെ തന്നെ കുറിച്ച് ടൈഗാക്കിയല്ലോ. ഒന്ന് പോവാൻ പറ്റൂല, കളി അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. അമ്പത്തൂര് നീ എന്തോ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞായിരുന്നല്ലോ. I don't want to talk with you. എഴുതി തന്നേക്കോണം, അടുത്ത സ്ലിപ്പ് വായിച്ചേ. ഇതിന്റെ ചന്തിയോട് അല്ലാതെ ടൈഗ ആവണമെന്നൊക്കെ പറഞ്ഞ അതേത് ദേശത്തിലാണെങ്കിലും 100% നീതി പുലർത്തുന്ന ടൈഗ ഇട്ടാലും കൊടുക്കും, അമ്പത്തൂരായാലും കൊടുക്കും. അങ്ങനെ ഒരു എടാ, നമ്മൾ ഒരു സിറ്റിയിൽ കളിക്കുമ്പോ ആ സിറ്റിയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്ത് ഇവിടുത്തെ ദൈവങ്ങളെയൊക്കെ ഒരു റെസ്പെക്ട് കൊടുത്ത് വേണം കളിക്കാൻ. ഞാൻ കൊറേ വട്ടം പറഞ്ഞു വെടിവെക്കരുത് പ്ലീസ് എന്ന്. തോക്കെടുത്ത് വെടിവെച്ചു. സത്യം ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരെ കളിയാക്കാനാണോ? അതിലൊരു അർത്ഥം കാണുമല്ലോ. റൂൾ ഒരു കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചുമ്മാ അവരൊക്കെ നോക്കണ്ടേ? ഇനിയിപ്പോ അത് നോക്കണ്ട. 10-15 ദിവസമൊക്കെ ആലോചിച്ചാണ് മള്ളി അവര് റൂൾ എഴുതുന്നത്. കണ്ണാപ്പി പോയാ സിറ്റിന്ന് പോയാ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ഇതിപ്പോ അവര് ഇവിടെ ഉള്ളവര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവൻ ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് ബാബു നമുക്ക് എടുത്തെടുത്ത് പറയാല്ലേ? അത് അല്ല, അത് ഇങ്ങോട്ടൊന്നും എന്താടാ? അല്ല, ഇത് സ്കൈരോട് പറയാണ്. ഇതിപ്പം അവൻ ഇങ്ങനെയൊക്കെ മനസ്സിലുള്ളിലുള്ളത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൂടെ നിന്നേ ഉള്ളൂ. നമുക്ക് ഇതിൽ വേറെ പങ്കൊന്നുമില്ല. അത് സ്കൈയോട് തുറന്നു സ്കൈക്ക് കാര്യം മനസ്സിലാവൂടാ. അത് മനസ്സിലാവും. എങ്ങനെയും ഒഴിവാക്കാം. ഇതിപ്പോ നമ്മൾ എത്ര നാളെന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. കയോല് കേരളെന്ന് പറഞ്ഞ് അവിടെ കേറി. സത്യം പറയാലോ, ബാബുശേരനും മൊലാലിക്കും വാസുവിനും ധൈര്യം ഇല്ല. നിങ്ങൾക്കൊന്നും ഇത്തിരി പോലും ധൈര്യം ഇല്ലേ? ധൈര്യം നമ്മള് വലിച്ചടിച്ചോണ്ട് പോയി. സത്യം പറയല, വലിച്ചടിച്ചോണ്ട് പോകേണ്ട വന്നു. കൊറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, പക്ഷെ കൂടെ പോകേണ്ട വന്നു അവിടെ വരെ. പിന്നെ അവിടെ പോയിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിട്ടേ ഒരു ഗണ്ണങ്ങോട്ട് എടുത്ത് വെച്ചാ അടിയോ അല്ലാതെ എന്തൊരു പറയാൻ. ഇതും പോരായിട്ട് ഹെഞ്ച്മാനെ RDC ഒക്കെ ഡ്രാഗ് ചെയ്ത് പറയാണ്. ഇവിടെ ഒരു അല്ല കണ്ണാപ്പി മാത്രമല്ലേ പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സ്കൈയും ബഗ്മാനും ഒന്നും ഇത് കേട്ടില്ല. അതാണ് നമ്മുടെ ഭാഗ്യം. അവര് കേട്ടിരുന്നെങ്കിലോ
അത് അങ്ങനെ വെച്ചിരുന്നാ മതി. കേട്ടാ എന്തൊക്കെ സീനല്ലേ? അയ്യോ ഭാഗ്യം ബാബു, നീ കേട്ടില്ലല്ലോ. കേട്ടാടുന്ന് മറ്റേ പറയല്ലേ ബാബു, ഷൗട്ടില്. ദയവ് ചെയ്ത് please. അയ്യോ ഞാൻ ഇപ്പൊ പറഞ്ഞ നമ്മള് ഒരു കൺട്രോളും ഇല്ല നിനക്ക്, പ്ലീസ്. അത് വാ തുറന്ന് വെറുതെ എടുത്ത് പറയരുത് ഇങ്ങനെ. ഇല്ല എടാ നമ്മൾ 8 പേരല്ലാതെ ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? ഇതിന്റെ അപ്പുറത്തോട്ട് ആരോടും ഡിസ്കസ് ചെയ്യാൻ ഇതിന് എങ്ങനെ ലീക്കായാൽ നിങ്ങൾ ഒരുത്തനായിരിക്കും നമ്മൾ ഉറപ്പിക്കും അങ്ങോട്ട്. കേട്ടോ, 50 പേരെ ഉറപ്പായിട്ട് എടുത്ത് കളയും. മല്ലി 2 സ്റ്റോട്ട് ആക്കിയിട്ടുണ്ട്. ബാബു കൊണ്ടത് ടൈഗ